എല്ലാവർക്കും നമസ്കാരം. ഇന്ന് ജൂലൈ മാസം 2-ാം തീയതിയിലെ ഏറ്റവും പ്രധാനപ്പെട്ട കറണ്ട് അഫയേഴ്സ് ചോദ്യങ്ങളാണ് നമ്മളിവിടെ ഡിസ്കസ് ചെയ്യാനായിട്ട് പോകുന്നത്. അപ്പോൾ എല്ലാവർക്കും എൻ്റെ ചാനലിലേക്ക് സ്വാഗതം. എല്ലാവരും കൃത്യമായിട്ട് കറണ്ട് അഫയേഴ്സ് ചോദ്യങ്ങൾ പഠിക്കുക. ആദ്യത്തെ ചോദ്യം, 2026 നാറ്റോ ഉച്ചകോടിക്ക് വേദിയാകുന്ന നഗരം. ഉത്തരം അങ്കാറ, തുർക്കി. തുർക്കിയിലെ അങ്കാറ എന്ന നഗരമാണ് 2026 നാറ്റോ ഉച്ചകോടിക്ക് വേദിയാകുന്ന നഗരം. ജൂലൈ 7-8 തീയതികളിൽ നടക്കുന്ന നാറ്റോ ഉച്ചകോടിയിൽ 36 രാഷ്ട്ര തലവന്മാർ പങ്കെടുക്കും. അപ്പോൾ 2026 നാറ്റോ ഉച്ചകോടിക്ക് വേദിയാകുന്ന നഗരം തുർക്കിയിലെ അങ്കാറ. അടുത്ത ചോദ്യം, chess.comന്റെ ബുള്ളറ്റ് ചെസ് ചാമ്പ്യൻഷിപ്പ് നേടുന്ന ഇന്ത്യക്കാരൻ. ഉത്തരം നിഹാൽ സരിൻ. നിഹാൽ സരിൻ എന്ന മലയാളിയാണ് chess.comന്റെ ബുള്ളറ്റ് ചെസ് ചാമ്പ്യൻഷിപ്പ് നേടുന്ന ആദ്യ ഇന്ത്യക്കാരൻ. അടുത്ത ചോദ്യം, ഒരു രാജ്യം ഒരു തിരഞ്ഞെടുപ്പ് നടപ്പിലാക്കുന്നതുമായി ബന്ധപ്പെട്ട് ബില്ലുകൾ പരിശോധിക്കുന്ന സംയുക്ത പാർലമെന്ററി സമിതിയുടെ അധ്യക്ഷൻ ആരാണ്? ഉത്തരം PP ചൗധരി. നിലവിലെ ലോക്സഭാംഗമായ PP ചൗധരി മുൻ കേന്ദ്ര സഹമന്ത്രി കൂടിയാണ്. അദ്ദേഹമാണ് ലോക്സഭയിലേക്കും നിയമസഭയിലേക്കും ഒരേ സമയം ഒരു തിരഞ്ഞെടുപ്പ് എന്ന ആശയവുമായി ബന്ധപ്പെട്ട ബില്ലുകൾ പരിശോധിക്കുന്ന സംയുക്ത പാർലമെന്ററി സമിതിയുടെ അധ്യക്ഷൻ PP ചൗധരി. അടുത്ത ചോദ്യം, സംരംഭകരായ വനിതകൾക്ക് വേണ്ടി കുടുംബശ്രീ ആരംഭിക്കുന്ന AI സാക്ഷരതാ പരിശീലനം. ഉത്തരം AI ചേച്ചി. നമുക്കറിയാം, ബിസിനസ് മാനേജ്മെൻറ്റ്, ഡിജിറ്റൽ സാക്ഷരത എന്നിവ വർദ്ധിപ്പിക്കുന്നതിനായി കുടുംബശ്രീ പുതുതായി ആരംഭിച്ചിട്ടുള്ള ഒരു പദ്ധതിയാണ് AI ചേച്ചി. അതായത് ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് ബോധവൽക്കരണം വനിതകളിൽ, അല്ലെങ്കിൽ ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് ഉപയോഗിച്ചുള്ള ബിസിനസ് കാര്യങ്ങളും മറ്റും പഠിപ്പിക്കുന്നതിനായി കുടുംബശ്രീ ആരംഭിച്ചിരിക്കുന്ന പദ്ധതിയാണ് AI ചേച്ചി. അടുത്ത ചോദ്യം, 2028 ഒളിമ്പിക്സ് വേദി. ഉത്തരം ലോസ് ഏഞ്ചലസ്. അമേരിക്കയിലെ ലോസ് ഏഞ്ചലസിലാണ് 2028 ഒളിമ്പിക്സ് നടക്കുന്നത്. അമേരിക്ക 3-ാം തവണയാണ് ഒളിമ്പിക്സിന് വേദിയാകുന്നത്. LA28 എന്നാണ് ഔദ്യോഗിക നാമം. അടുത്ത ചോദ്യം, 2026 ജൂണിൽ സഹകരണ അധിഷ്ഠിത ടാക്സി സർവീസായ ഭാരത് ടാക്സി ഉദ്ഘാടനം ചെയ്ത സംസ്ഥാനം ഏതാണ്? ഉത്തരം ഗുജറാത്ത്. ഡ്രൈവർമാർക്ക് കൂടുതൽ വരുമാനം ലഭിക്കുക എന്ന ലക്ഷ്യത്തോടെ സഹകരണ അധിഷ്ഠിത ടാക്സി സർവീസായ ഭാരത് ടാക്സി ഉദ്ഘാടനം ചെയ്തിരിക്കുന്ന സംസ്ഥാനം ഗുജറാത്താണ്. അപ്പോൾ ഇത്രയുമാണ് ഇന്നത്തെ ഏറ്റവും പ്രധാനപ്പെട്ട കറണ്ട് അഫയേഴ്സ് ചോദ്യങ്ങൾ. നമുക്കറിയാം, ഇനി 10th ലെവൽ പ്രിലിംസും അതുമായി ബന്ധപ്പെട്ട് VFA, അങ്ങനെ അടുത്തടുത്ത് പരീക്ഷകൾ വരുന്നു. എല്ലാത്തിനും അപ്പുറം 2027 LDC വരാനിരിക്കുന്നു. അപ്പോൾ എല്ലാവരും കൃത്യമായിട്ട് പഠിക്കുക. നമ്മുടെ ഡെയിലി കറണ്ട് അഫയേഴ്സ് പ്രയോജനപ്പെടുത്തി എല്ലാവരും കൃത്യമായിട്ട് LDCക്ക് 20 മാർക്കാണ് കറണ്ട് അഫയേഴ്സിൽ നിന്ന് ചോദിക്കാനുള്ളത്. അപ്പോൾ എല്ലാ ദിവസവും ഈ ഡെയിലി കറണ്ട് അഫയേഴ്സ് പഠിക്കുന്നതിലൂടെ നിങ്ങൾക്ക് ആ മാർക്ക് എളുപ്പത്തിൽ നേടാനാകും. അപ്പോൾ എല്ലാവരും അത് പ്രയോജനപ്പെടുത്തി അതിനായി കൃത്യമായിട്ട് പഠിക്കുക. നമ്മുടെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യുകയും വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്ത് ഷെയർ ചെയ്ത് കൊടുക്കുകയും ചെയ്യുക. എല്ലാവർക്കും വിജയാശംസകൾ.